ബോസ് മലയാളം സീസൺ 3-ൽ ആദ്യം ഏറെ പിന്നിൽ നിൽക്കുന്ന വീക്കായിട്ടുള്ള മത്സരാർത്ഥി എന്ന് തോന്നിപ്പിക്കുകയും പിന്നീട് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ഋതു മന്ത്ര. ഋതു മന്ത്രയുടെ തന്ത്രങ്ങൾ പൊളിയുന്നു എന്ന സൂചനയാണ് കഴിഞ്ഞ എപ്പിസോഡ് നൽകിയത്. ഋതു മന്ത്ര ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ഗ്രൂപ്പിൽ നിന്ന് നൈസായിട്ട് റംസാൻ ഊരുക മാത്രമല്ല ഋതുമന്ത്രയെയും ലക്ഷ്മിയെയും തുറന്നു കാട്ടാൻ റംസാന് സാധിക്കുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത്. ഋതുമന്ത്രയും അഡോണിയും ചേർന്നുകൊണ്ടുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ കണ്ടു. അഡോണിയെ കൂട്ടാതെ ഋതുമന്ത്രയ്ക്ക് സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ സീസണിലെ 5-6 അടിയൊക്കെ ഉണ്ടാക്കാൻ ശേഷിയുള്ള നല്ലൊരു മത്സരാർത്ഥിയാണ് ഋതു എന്ന് ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി തന്നെയാണ്. നമുക്ക് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റില്ല, ഒരു സംശയമില്ല. നല്ല ഒരു ഫെയർ ഗെയിമിലേക്ക് വന്നാൽ മലയാളി പ്രേക്ഷകരുടെ പിന്തുണയും കൺഫേം ആയിട്ട് ഋതുവിന് കിട്ടും. അതേസമയത്ത് ഋതുവിന്റെ ചീറ്റിപ്പോയ പദ്ധതി റംസാൻ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നും അതിലൂടെ ഇവരെ മുന്നിൽ നിർത്തി കളിക്കാമെന്നുമായിരുന്നു. എന്നാൽ അത് റംസാൻ തിരിച്ചറിയുകയും അത് ഒരേ സമയത്ത് ലക്ഷ്മിയെ വിമർശിക്കുകയും ഋതു മന്ത്രയുടെ റിയൽ ഫേസ് തുറന്നു കാട്ടാൻ ശ്രമിക്കുകയും ചെയ്തു റംസാൻ. അത് പ്രേക്ഷകർക്ക് മനസ്സിലായി എങ്കിലും ലക്ഷ്മിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. കാരണം അവർ സത്യത്തിൽ ഈ സീസണിലെ ഒന്നും മനസ്സിലാകാൻ കഴിയാത്ത ഒരു മത്സരാർത്ഥിയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും ഋതു മന്ത്രയുടെ ഗെയിം സ്ട്രാറ്റജിയിൽ നിന്ന് പുറത്തു ചാടി റംസാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഋതുവിനെയും ലക്ഷ്മിയെയും ഇന്ന് പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്.